या नबी रसूले सलामुन अलैक, या हबीबे हबीबे सलामुन अलैक, आलिम या शफीए सलामुन अलैक, ആദിയങ്ങൾ നബിയേ സലാമുൻ അലൈക്, അന്ത്യദൂതർ ഹബീബേ സലാമുൻ അലൈക്, അസ്ഫിയാഇന്റെ നേതാ സലാമുൻ അലൈക്. നമുക്ക് ഏറ്റവും വലിയ മദ്രസാണ് നമ്മൾക്ക് നമ്മുടെ മശായിഖുമാരുടെ പേര് പറയുന്നത്. നമ്മൾക്ക് അവകാശപ്പെട്ടവരുടെ പേര് നമ്മളിത് വിളിക്കുന്ന ഈ ബൈത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിലൊക്കെ ഓരോ മഹാന്മാരുണ്ട്. അവരൊക്കെ സാക്ഷി നിർത്തിയിട്ട് നമുക്ക് ഈ വഴി നൽകപ്പെടുമ്പോൾ ഇവരൊക്കെ സാക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷ്യപ്പെട്ടിരിക്കുക പിന്നെ പേരുകളാണ് ഇതിനൊക്കെ. സിൽസില പറയാം, സിൽസിലെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ബേസുകളൊക്കെ ഫോർവാക്കിയിട്ട് നമ്മൾ ധാരാളം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മുടെ മശായിഖുമാരുടെ മധുരങ്ങളും ഖുർആന്റെ മധുരങ്ങളും പാടിക്കൊണ്ടേ ഇരിക്കുക. അല്ലാതെ വേറെ നമുക്കൊരു സമയമില്ല. കാരണം ഈ തസൂഫിൽ ഒരു വാക്കുണ്ട്, വയനാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒക്കെ ഉണ്ട്, അള്ളാഹുവിന്റെ പിന്നെ ഖുർആനിന് വ്യാഖ്യാനിക്കാൻ പറ്റും. ഖുർആനിന് വ്യാഖ്യാനം അതിനൊരു അവസാനം വരെ പോയാൽ നമുക്ക് അതിന് വ്യാഖ്യാനം കൊണ്ടുവരാൻ പറ്റും. അള്ളാഹു പറഞ്ഞത് കലിമയുടെ മഹത്വമാണ് പറഞ്ഞത്, അല്ലാതെ ഖുർആന്റെ അറഫിന്റെ വ്യാഖ്യാനത്തിനെ പറ്റിയല്ല. ആ കലിമയുടെ മഹത്വം, ആ കലിമയെ പറ്റി. അപ്പൊ അത് പണ്ഡിതന്മാരതിനെ വ്യാഖ്യാനിച്ചതെന്ന് വെച്ചാൽ ഒരു അറഫിനെ പറ്റിയാണ് വ്യാഖ്യാനിച്ചത്. അങ്ങനല്ല, കലിമ എന്നുള്ളതിനെ വ്യാഖ്യാനിക്കാൻ. കലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവാണ്. കലിമ എന്ന് പറയും, കലിമ തമിഴ് പറയാം കലിമ. അതിനെപ്പറ്റി വ്യാഖ്യാനിക്കാനുള്ള മഷി, കാരണം അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ മഷി പെന്നുകളും കടലാസൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതപ്പെടുകയാണെങ്കിൽ അതിനൊരു പേരുണ്ട്. അഭിവാഹ സുഭാൻ പേന പെണ്ണെന്നൊരു പേരുണ്ട്. സുഭാഷ് മൂന്നായി കരം പേരാണ്. അപ്പൊ ഈ കലിമയെ പറ്റിയിട്ടാണ് ആ വ്യാഖ്യാനിക്കാൻ എഴുതാൻ. അല്ലാതെ പെണ്ണുകൊണ്ട് എഴുതിയ കടലാസിൽ എഴുതിയ അറബി അക്ഷരത്തിനെ പറ്റിയിട്ടല്ല, ഖുർആന്റെ വ്യാഖ്യാനത്തെ പറ്റിയല്ല ബാബുൽ മിലാദ് കലിമാത്രൊക്കെ പറഞ്ഞത്. അത് ഈ കലിമ എന്ന് പറയുന്നത് അതിന്റെ രാജ്യത്തിനെ പറ്റില്ല. അത് എന്നാണോ തുടങ്ങിയെന്ന് വെച്ചാൽ, കലിമ എന്നാണോ തുടങ്ങിയെന്ന് വെച്ചാൽ അതിനൊരു അറ്റമില്ല, അതിനൊരു അവസാനം ഇല്ലാത്തതുകൊണ്ട് അത് തുടക്കവും അവസാനം ഇല്ലാത്തതെന്നാണ് കലിമ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് എവിടെ പറഞ്ഞു തീർക്കാൻ പറ്റും? അതിനെ വ്യാഖ്യാനിക്കാനൊന്നും ലോകത്ത് ആരെക്കൊണ്ടും സാധ്യത. ഒരുപാട് ആളുകൾ വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഉന്നതമായ ദർജയിലേക്ക് എത്തി. ആ ദർജയിൽ അവർ ഉയർന്നു പോയെന്നല്ലാതെ വ്യാഖ്യാനിച്ച് പൂർത്തീകരിക്കാൻ കഴിയും. എല്ലാം മനസ്സിലാക്കപ്പെട്ടുണ്ടാവും. പ്രധാനപ്പെട്ട മൊയ്‌ദീൻ അബ്ദുൽ അവസാനം പറഞ്ഞ വാക്കാണ്, ഞാൻ അള്ളാഹിനെ പറ്റി നിങ്ങൾ എത്ര മനസ്സിലാക്കിയാലും ആ മനസ്സിലാക്കിയതിന് അപ്പുറത്താണ് അള്ളാഹു. അള്ളാഹിനെ പറ്റി നിങ്ങൾ എത്ര മനസ്സിലാക്കിയാലും അതിനപ്പുറത്താണ് അള്ളാഹു. അത് നമ്മളെ കൊണ്ട് വ്യാഖ്യാനിക്കും. നമുക്ക് വ്യാഖ്യാനിക്കുള്ള ആരെയും നമുക്ക് ആരോടെ ലോകത്ത് ഒരാൾ, അതായത് അത് ഹോസലാവുന്നവരുണ്ടായിരുന്നാലും ശരി, പാലപ്പാടുവാനായിരുന്നാലും ശരി, ഷെയ്ഖ് മഷായിഖുമാരായിരുന്നാലും ശരി, നമുക്ക് പറയാനും പാടാനും ചിന്തിക്കാനും എല്ലാം ഉള്ളത് വലിയ ഒരാൾ ഇനി അള്ളാഹ്ക്ക് എന്തെങ്കിലും ദിക്ർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഹബീബുള്ളാന്റെ പേര് ദിക്ർ ചെയ്യാൻ അള്ളാഹ് വേറെ ആരെ പറ്റി ദിക്ർ ചെയ്യാൻ. അള്ളാഹിനെ ദിക്ർ ചെല്ലാൻ ആഗ്രഹം അള്ളാഹ്ക്ക് തോന്നിയെങ്കിൽ അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാൻ ആഗ്രഹം തോന്നി കുറച്ച് ദിക്ർ ചെല്ലാം. അങ്ങനെ അള്ളാഹു ദിക്ർ ചെയ്യില്ല, അള്ളാഹു. കാരണം അള്ളാഹു എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ഒരു വസ്തു ഉണ്ടാവണം. അള്ളാഹു എന്നുള്ളത് അതിനൊരു അക്ഷരം ഉണ്ടെങ്കിൽ അതിനൊരു രൂപം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്നുമില്ലാത്ത അള്ള എങ്ങനെയാ ദിക്ർ ചെയ്യും? അള്ളാഹിനൊരു ദിക്റേ ഉള്ളൂ. ഹബീബുള്ളാന്റെ പേരിൽ സലാത്ത് ചെല്ലുന്ന ഒരു ദിക്ർ.
രണ്ടാമത്തെ ഒരു ദിക്ക് അള്ളാഹുവിനുണ്ട്, അത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾക്കത് മറന്നുപോകും. ആ സന്ദർഭങ്ങളൊക്കെ മറന്നുപോകും. എത്ര തന്നെ നമ്മൾക്കുണ്ടെങ്കിൽ എന്തൊരു കാലം നമുക്ക് ഭയങ്ങളുണ്ടാവും. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഭയങ്ങളുണ്ട്, ഭയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരം വെളുത്ത് നീക്കുന്ന സമയത്ത് നമ്മളതായിട്ടുള്ള കണ്ണുകൾക്ക് ചെറിയ കാഴ്ച വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ ഭയപ്പെട്ടു പോയി നമ്മൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചരിത്രം പറയണ്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും ഓർമ്മിക്കേണ്ട ചരിത്രമാണ് നിസാമുദ്ദീൻ പാറ. മുരീദന്മാരെ കൊണ്ട് ഒരു ഷെയ്ഖിന്റെ വിലായത്ത് ഊരപ്പെട്ടു. നിസാമുദ്ദീൻ പാറയുടെ വിലായത്ത് ഊരപ്പെട്ടത് ശിഷ്യന്മാരെ കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞില്ലല്ലേ, മനുഷ്യരോട് പറഞ്ഞില്ലേ. നിസാമുദ്ദീൻ പാറ അവിടെ ഉറൂസ് നടക്കാറുണ്ട് വർഷത്തില്. ആ സമയത്ത് പാപ്പയും എല്ലാവരും ഖവാലികളാണ് അവിടെ കൂടെ. നേരത്തെ പറഞ്ഞ ഭാഗ സൂചന പിന്നെ പറയാം. കാരണം വ്യാഖ്യാനിക്കപ്പെടാത്തൊരു ഖുർആൻ, ആ ഖുർആന്റെ പേരാണ് ഉമ്മുൽ ഖുർആൻ. അതിന്റെ വ്യാഖ്യാനം എഴുതാൻ ആരെക്കൊണ്ട് സാധിക്കും? നമ്മുടെ കയ്യിലിരിക്കുന്നത് ഉമ്മുൽ ഖുർആനല്ല. ഇപ്പൊ കയ്യിലിരിക്കുന്ന ഖുർആൻ ഉമ്മുൽ ഖുർആൻ ഉണ്ട് എന്നല്ലാതെ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആനല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന മുസഹഫാണ് ഖുർആൻ. ഖുർആനെ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റില്ല. ഭൂലോകത്ത് ഒരു വസ്തുവിന് ഖുർആൻ എടുക്കാൻ പറ്റില്ല. ഒരു വസ്തു എടുക്കാൻ പറ്റില്ല. വെള്ളത്തിനോ തീയിനോ കാറ്റിനോ ഒന്നുമില്ല. പറഞ്ഞോ അവിടെ ഈ ഉറൂസിന്റെ സമയത്ത് ഒരുപാട് ആടുകള്, അതുപോലെ ഊരി പോലാത്ത വസ്തുക്കളൊക്കെയും അതിനെ അറുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഉറൂസ്. അങ്ങനെ ഉറൂസിന്റെ സമയത്ത് പപ്പന്റെ ഉറൂസല്ല, പപ്പ അവിടുത്തെ ഉറൂസാണ്. ഏതാണ് ഉറൂസിനൊക്കെ അറിയില്ല, അവിടുത്തെ പരിപാടിയിലാണ്. ആ സമയത്താണ് ഈ സാധനങ്ങൾ, വേസ്റ്റായ ഈ എല്ലുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കൂട്ടിയിടും. അപ്പൊ അവരിങ്ങനെ പോകുമ്പോ ഈ മുനിയന്മാരെ ഒച്ചപ്പിടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ പോയിട്ട് എടുക്കുന്ന കാട് പോലത്തെ പ്രദേശത്തിന്റെ ഒരു ഭാഗത്ത് ഒരാളിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഒരു വീട്ടിൽ നിമിഷം പറയും, വീട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് വിളിച്ച് പറയണം ഞാൻ വരുന്നില്ല. അഥവാ നിങ്ങൾ വരികയാണെങ്കിലും വിളിച്ച് പറയാം. എന്തിനാ? നമ്മളെ ചെറിയ വായിലും പറ്റില്ല. നബ്സല്ലാഹു വരെ എതിർത്തിട്ടുണ്ട്. കാരണം പല സംശയങ്ങൾക്കും ഇടവരും വീടുണ്ടാക്കും. പല സംശയങ്ങളും ഒരു ഭാര്യന്റെ അടുക്കലേക്ക് നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ നമ്മളായി കിടക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ചിട്ട് എന്തെങ്കിലും അവസ്ഥാവിശേഷം അവരുടെ ശരീരത്തിൽ കാണാം. ആ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പോലും നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വീട്ടിന്റെ അകത്തു നിന്ന് വീട്ടിന്റെ അകത്ത് ആരെങ്കിലും ഇല്ല എന്നുള്ള അവസരം നിങ്ങൾ പോവുകയാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ കയറുമ്പോ തന്നെ അസ്സലാമു അലൈനാ വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പറയും. നല്ല വീട്ടിൽ കയറാം. ആരെങ്കിലും കണ്ടെത്തിയ അസ്സലാമു അലൈക്കും എന്ന് പറയും. സ്ത്രീകളെയാണ് നിങ്ങൾ കണ്ടെത്തിയ അസ്സലാമു അലൈക്കും എന്ന് പറയാം. പുരുഷന്മാരെ നിങ്ങൾ കണ്ടെത്തിയ അസ്സലാമു അലൈക്കും. ഒരു വീട്ടിനകത്ത് നമ്മൾ ചെന്നാൽ നമ്മുടെ മക്കളുണ്ടാവാം, നമ്മുടെ വാപ്പാരുണ്ടാവാം, ഉമ്മാരുണ്ടാവാം. ഒരു പക്ഷേ അവർ ഇബാദത്തിലിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ചെല്ലിരിക്കാറ്, നിക്രോ കാര്യമൊക്കെ ചെല്ലിട്ടേക്കാറ്. പെട്ടെന്ന് അവര് ശ്രദ്ധിക്കില്ല. അവരുടെ വാക്കിൽ നിന്ന് എന്തൊരടങ്ങുന്നത് നീ പറയപ്പെട്ടത്
അപ്പൊ നിജാമുദ്ദീൻ ഫഖറുല്ലാഹി ഉന്നത മഹാനല്ലേ. അതുകൊണ്ട് ശിഷ്യന്മാർക്കും ആ ഒരു അവസ്ഥ ആ മഹാനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഈ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി പോകുന്ന ഈ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചയിങ്ങനെ പോയിരിക്കുന്ന സമയത്തൊക്കെ ആദ്യത്തെ ഒരാളുണ്ടായി. അല്ല ഞാൻ ചോദിച്ചു ആരാതെന്ന് ചോദിച്ചു. ഞങ്ങൾ നിസാമുദ്ദീൻ ഔലിയയുടെ അവിടെ നിന്ന് വരുന്ന അവിടെ കൊണ്ടുവന്ന നേർച്ചയുടെ സാധനങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ നേർച്ചകൾ വിലായത്തൊന്നും കൊടുത്തില്ലല്ലോ. അതോടുകൂടി എന്തായി, കത്തിക്കൊണ്ടിരിക്കുന്ന കഞ്ഞിക്കലം ഉണങ്ങിയിരുന്നു കെട്ടുപോയി. ചെല്ലുന്ന അധികാരികൾ നിന്നുപോയി. നിജാമുദ്ദീൻ ഫഖറുല്ലാഹിന്റെ വിലായത്ത് വരപ്പെട്ടു. ധാരകൊണ്ട് വന്നത് ശിഷ്യന്മാരെ കൊണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഭാഷയാണ്, ഈ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഇരിക്കുന്ന നമ്മുടെ ശിഷ്യന്മാരൊക്കെ കൂടി ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് നമ്മൾ കയറി വരുമ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ആരും സംസാരിക്കും. കിട്ടാവുന്ന സമയം പാട്ട് കിട്ടും. അതിൽ തന്നെ അവർ കണ്ടാൽ വളരെ സ്നേഹത്തോടു കൂടി ഒരു മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്. അവർ രണ്ട് കൈകൾ മുസാഫഹത്ത് ചെയ്യും. ഒരു മുഖത്തോട് മുഖം സലാം പറയുകയാണെങ്കിൽ നിങ്ങളെ കൂടെ മലായികത്വങ്ങൾ ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ സൂക്ഷിക്കണം സംസാരിക്കുമ്പോഴൊക്കെ. വൈകിട്ട് കഴിഞ്ഞ ഒരു പ്രത്യേക സമയം ഏറ്റവും കൂടുതൽ സംസാരം നടത്തണം. കാരണം ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതിൽ നിന്ന് ഉയർന്നിയോ ഓരോ മുരീനന്മാരും ഉയർന്നു പോയവരുണ്ടാവാം. ചിലപ്പോൾ എല്ലാവരും കണ്ടുമുട്ടിയാണ്. ചിലവർ ഉയരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. പക്ഷെ അവർ ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു അനിഷ്ടം പ്രവർത്തിക്കുന്നതായിട്ടില്ല. അത് നമ്മൾ പരസ്പരം അവരോട് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സ്ത്രീകൾ പറയാറുണ്ട്, സ്ത്രീകൾക്കും അതുപോലെ വിവാഹം കഴിക്കാത്തവർക്കും ഈ വഴിമാറും കൊടുക്കരുത്. കാരണം ഇതിനെപ്പറ്റി നമുക്ക് അതിന് രുചി അറിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ വിജയിച്ച കൂട്ടിൽ പെട്ടെന്ന് അത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഇതിന്റെ രുചി നമുക്ക് അറിയത്തില്ല. രുചി അറിഞ്ഞാൽ അതൊക്കെ പോയി എന്നാലേ അതിനെ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം. ഈ വിവരം അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഫഖറുല്ലാഹിന്റെ ഒരു മുരീദ്, അതാണ് അമീർ ഉസ്മാൻ, ബഹുമാനപ്പെട്ടവർ ഈ അവസ്ഥ അറിഞ്ഞു. കാരണം ഒരു കവാലി പോലും നടക്കാതെ. കാരണം കവാലികളാണ് അവരുടെ കിടക്കുന്നത്. ഒന്നും നടക്കില്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുമ്പോ പാപ്പയെ പറ്റി കാരണം അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഞാൻ കൊണ്ടിട്ടെടുത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടിട്ട് അതിർത്തുണ്ട്. അവർ ചോദിച്ചു എന്തെങ്കിലും പോയിരുന്നുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഞങ്ങളെന്തോ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് പാപ്പാന്റെ പേര് പറഞ്ഞിട്ടാണ് നമുക്ക് പറയും. കാരണം ശിഷ്യൻ നിസാമുദ്ദീൻ ഫഖറുല്ലാഹിന്റെ ശിഷ്യന്മാരല്ലേ. അറിവ് വേണ്ടേ നമുക്ക്? ഒരാൾ പോകുമ്പോൾ സംസാരിക്കുന്ന അറിവ് വേണം. ഈ അറിവ് കിട്ടിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിലെന്താക്കി, അവിടെ ഉണ്ടായിരുന്ന ഈ ഫക്കീർ ആ വിലായത്തിന്, അത് ആര് വിലായത്ത്? നിസാമുദ്ദീൻ ഫഖറുല്ലാഹി. ആ വിലായത്ത് ഉയർത്ത കാരണം കൊണ്ടുണ്ടായി പ്രധാനപ്പെട്ട പാപ്പക്ക് സംസാരിക്കാൻ ചെയ്യുന്ന മുഖം പോലും കൃത്യമായ ഒരു കറുപ്പായി മാറുന്നു. സത്യം പറയാം, അള്ളാഹു സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ആയിരിക്കുന്ന സംശയം ഞാൻ പറയുന്നത് വെച്ചാൽ പാപ്പാന്റെ മാത്രമാണ് പറയുന്നത്. നിജാമുദ്ദീൻ ഫഖറുല്ലാഹിന്റെ മാത്രമാണ് പറയുന്നത്. കുറവല്ല ഞാൻ പറയുന്നത്. പക്ഷെ പഠിക്കേണ്ട പാഠം എന്താണ്? നമ്മൾ പഠിക്കേണ്ട പാഠം വലിയൊരു അറിവുണ്ട്. ആ അറിവ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കണില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ ഈ വഴി നമ്മൾക്ക് കിട്ടിയ ഈ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വഴി കിട്ടിയാലുണ്ടാവും. നമ്മളെ കൂടെ അഭിവാസത്തിന്റെ വാർത്തകൾ നൽകിയിട്ട് അതിന് എപ്പോഴുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ സഹാബാക്കൾ കരഞ്ഞു ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് ആരാണ് ചോദിച്ചത്?
അപ്പൊ നബിസല്ലല്ലാഹു അവരോട് പറഞ്ഞു വാക്ക്, ഞാൻ എന്റെ യാത്ര പോയാൽ എന്റെ യാത്രയും എന്റെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണമാണ് വിശ്വാസമാണ്. ഞാൻ യാത്ര ആയാലും ഞാൻ ജീവിച്ചിരുന്നാലും രണ്ടും നിങ്ങൾക്ക് ഷെയറാണെന്ന് പറയുന്നത്. ഇതിന്റെ അടുത്ത് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഞാൻ എവിടെ ഇരുന്ന് അള്ളാഹുവില്ലാത്തിട്ടാണെങ്കിലും ഞാൻ എന്റെ ഉമ്മത്തിങ്ങളെ പറ്റി ഞാൻ ആലോചിക്കും. ഈ ദുനിയാവിൽ അവിടെ ഇരുന്നുകൊണ്ട് അള്ളാഹിന്റെ അഹ്ലക്ക് ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പറ്റി ശ്രദ്ധിക്കുന്നു. അതെങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോയി കബറിലേക്ക് പോയി പിന്നെ എങ്ങനെ കിട്ടും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് മറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ ഈമാൻ പോകും. മറിഞ്ഞു കിടക്കുകയാണെന്ന് മദീനത്ത് മറിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞാലും നമ്മളെ ഈമാൻ പോകും. മറയായിരുന്ന അള്ളാഹിനെ വെളിവാക്കിയ ആളാണ് ഹബീബുള്ള. പിന്നെ എങ്ങനെ മറഞ്ഞു പോകും? അള്ളാഹിനെ മറക്കാനുള്ള ഒരു വസ്തുവില്ല ലോകത്ത്. പക്ഷെ അള്ളാഹ്ക്ക് ഒരു മറ ഇല്ലാതെ ഈ ലോകത്ത് നമുക്ക് ഒന്നും കാണാൻ സാധിക്കും. അള്ളാഹ്ക്ക് മറ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ വിവരം അമീർ റസൂലുള്ളാഹി എന്ന് അറിഞ്ഞപ്പോൾ അമീർ റസൂലുള്ളാഹി അതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കുന്ന സമയത്താണ് സംഭവം. അപ്പൊ അങ്ങനെ ഒരു മഹാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അപകടം പറ്റിയിട്ടുണ്ട്. ശിഷ്യന്മാരെ കൊണ്ട് മനസ്സിലാക്കി അമീർ റസൂലുള്ളാഹി അങ്ങനെ ആ ഫക്കീർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു അക്കാലത്തുണ്ടായിരുന്ന ഒരു ഈ വീടുകളൊക്കെയാണ് സാധാരണ ചായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. വീടുകളിലൊക്കെയാണ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കാര്യം. എപ്പോഴും നമ്മുടെ ആജിമനങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റില്ല. കാലത്ത് വീടുകളിലാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഈ കാട്ടിലിരിക്കണ ഈ മഹാൻ ആ വീട്ടിൽ വരാറുണ്ട്. അവിടെ വീട് ആ വീട്ടിൽ വരാറുണ്ട്. അവിടെ ഒരാള് ഈ നല്ല ഈ കിതാബ് പോലത്തെ വായിക്കുന്ന ഒരാളുണ്ട്. ഭയങ്കര രസകരമായി വായിക്കുന്ന ഒരാൾ. അപ്പൊ മനസ്സിലായി അമീർ റസൂലുള്ളാഹി എങ്ങനെയെങ്കിലും ഈ ആളെ കൊണ്ട് വിലായത്ത് ഊരെടുത്തത് ഈ മഹാനാണല്ലോ. അപ്പൊ ആ മഹാനെ കൊണ്ട് നിസാമുദ്ദീൻ ഔലിയാന്ന് പറയിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പോയത്. ആ നിസാമുദ്ദീൻ പാറുള്ളതെന്ന് അവിടെ ചെന്ന് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇരിക്കുന്ന സമയത്ത് പാപ്പനോട് ജീവിതം പറയാൻ പറ്റില്ല. പക്ഷെ പാപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ പാട്ടുകാരൻ. ഇത് വായിക്കുന്ന ഇങ്ങനെ വായിച്ചാൽ ഇങ്ങനെ രഹയായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകും. കുറേ സമയം ഉണ്ടാവും. നമുക്ക് വലിയ സമ്മാനമൊക്കെ കൊടുക്കില്ല. അപ്പൊ ഈ മൂപ്പരായിട്ട് കണ്ട് ഈ പാട്ടുകാരനായിട്ട് കണ്ടിട്ട് മൂപ്പോട് ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യും. ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതിൽ വിഷമിക്കണ്ട, ഞാൻ പറയിപ്പിക്കാ. ആര്? ഈ പാട്ടുകാരൻ. അവരെ അമീർ റസൂലുള്ളാഹി പറഞ്ഞു, ഇതൊന്നും അവർക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ അവിടെ കുട്ടികൾ നിന്നുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് സമയത്ത് പെട്ടെന്ന് ആ പാട്ടിലിങ്ങനെ ലയിച്ചിരിക്കുക. ആ ലയിച്ചിരിക്കുന്ന സമയത്ത് ഈ ഭക്തർ പെട്ടെന്ന് ഇത് വായിക്കുന്ന ഇന്നത്തെ മാതിരി അന്ന് വായിക്കുന്ന ഒരു പ്രത്യേക സാധനങ്ങളുണ്ട്. അതൊക്കെ മഹാന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ. പെട്ടെന്ന് പാടുന്നതാണ് പറഞ്ഞു. അവിടുന്ന് നിജാമുദ്ദീൻ ഔലിയാന്ന് പറയുന്നത്. എന്നാലേ ഞാൻ തുടരുള്ളൂ. ഈ പാടുന്നതാണ്. അപ്പൊ ഇത് വായിക്കുന്ന ഇതുണ്ട്. ജൗര്യ എന്റെ അച്ഛനാവില്ല, അവിടുത്തെ അച്ഛനാവില്ല. ഇതൊക്കെ പറയും. ഇവരൊക്കെ ഔലിയാക്കന്മാരെ ഞാൻ അത് അപ്പൊ അവരൊക്കെ ഔലിയാക്കന്മാരായി. ഖബറിൽ മരിച്ചു കിടക്കുന്ന അവരൊക്കെ ഔലിയാക്കന്മാരായി. ഇന്ത്യയിലും പണ്ട് മുസ്ലിമാണ്. എന്തായാലും അവരൊക്കെ ഔലിയാക്കന്മാരായി. അവരെ നിസാമുദ്ദീൻ അവർ പോകുന്നതായി. അങ്ങനെ പാട്ടിന് ആ പാട്ടിന് അത്ര ലഹരിയുള്ള പാട്ടായിരിക്കും അത്. നമുക്കൊന്നും മനസ്സിലാവില്ല. തസൂഫിന്റെ ജ്ഞാനത്തില് അള്ളാഹുവിന്റെ മഹാന്മാരുടെ കവിതകൾ, ഔലിയാക്കന്മാരുടെ ആ പാട്ടുകൾ, കവാലികളൊക്കെ ഉണ്ടല്ലോ. അതിന് അർത്ഥം വെക്കാൻ
ഒരാളെ കൊണ്ട് സാധിക്കില്ല. അതിൻ്റെ അകത്ത് അത്രയും വിശാലമായ ഇന്ന് കാണുന്ന കവാലികളായിരിക്കും. കാരണം തന്നെ അപ്പോൾ പുകപ്പുറം പറഞ്ഞിട്ട് അരിച്ചു പറഞ്ഞിട്ട് പറയും പല കാലങ്ങളാക്കി അവര് പറയുന്നത് അള്ളാഹുവിന്റെ ഹദീസുകൾ ഹദീസ് കുർസികളിൽപ്പെട്ടാണ്. കണ്ടെത്താൻ കഴിയാത്തത്ര അത്ര കണ്ട് ഹദീസ് കുർസികൾ. നമുക്കിപ്പോ ഒരു കുറഞ്ഞ ഹദീസുകളൊക്കെ തന്നെ കിട്ടുന്ന മാത്രം കിട്ടുള്ളൂ. ഹദീസ് കുർസി കിട്ടി, വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അത് മുഴുവൻ കിടക്കുന്ന അള്ളാഹുവിനായിരിക്കും പറഞ്ഞത്. അവരുടെ പാട്ടുകളിലൂടെയാണ്, അല്ലാതെ അവർ ഖുർആൻ വെച്ച് പാടില്ല. അവർക്ക് അതെങ്ങനെ പാടണമെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇരുന്ന് പാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ ലഹരിയിൽ മഹാന്മാർ മുമ്പും. ആ സമയത്ത് ഖാജപ്പുറം ഇരിക്കുന്ന മുസല്ലിൽ പൈസ ഇവിടെ പൈസ ഇങ്ങനെ വായിട്ടുള്ളൂ. പൈസ ഇവിടെ വെച്ചോന്നല്ല, ഇങ്ങനെ വായിട്ടുള്ളൂ. അത് ഖാജപ്പുറം ആ ഒരു പരമ്പരയാണ് ഇന്നും കവാലി പാടുമ്പോൾ പൈസ നൽകും. മുസല്ല എന്തായി അവസാനം മുമ്പ് പറഞ്ഞു നിസാമുദ്ദീൻ ഔലിയ എന്ന് പറഞ്ഞു. അപ്പൊ വിലായി ആ സമയത്ത് കെട്ട ആ അടുപ്പ് കത്തി അവിടെ ഉണർന്നു പോയി. എല്ലാവരും ഉണർന്നു. ഒരു രാജ്യമാണ് പറയുന്നത്. പപ്പ മാത്രല്ല, പപ്പാന്റെ വിലായത്ത് കെട്ട് പാപ്പനോട് ബന്ധപ്പെട്ട് സർവ്വാളുകൾക്കും പോയി. ആരെ കൊണ്ടാ പോയത്? ആരെ കൊണ്ടാ പോയത്? ആരെ കൊണ്ടാ പോയത്? ശിഷ്യന്മാരെ കൊണ്ട്. ഇത് നേടിയെടുത്തതാരാണ്? ശിഷ്യന്മാർ. ഒരു ശിഷ്യൻ അമീർ ഹുസൈൻ. നിങ്ങൾ ഡൽഹിയിൽ പോയാൽ ഇവിടെ മുന്നിൽ കാണാൻ കഴിയും. ഞാൻ എപ്പോഴും ഡൽഹി പോകുമ്പോൾ പാപ്പാനെടുക്കെ പോകുന്നതിന് ഞാൻ അമീർ ഹുസൈൻ പോയിട്ട് ആ കാൽപ്പാൽ ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ചായ ബാക്കിയും പറഞ്ഞു. അതാരായിരുന്നു? അതാണ് ഗു അലീഷ തലമുറയുള്ള പാടിയത്. ഒന്നാനായിട്ട് പാട്ട് ഇത് വേറെ രൂപത്തിലുള്ള ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതെന്തായാലും ഞാൻ കണ്ട ചരിത്രമല്ല, കേട്ട ചരിത്രമല്ല. ഞാൻ ഒരു കുറിപ്പിൽ നിന്നും എനിക്ക് കിട്ടിയത് അറിവാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാനിതിൻ്റെ പിന്നെ ഉൾക്കാഴ്ച കൊണ്ടൊന്നും കിട്ടിയ അറിവാണ്. പക്ഷെ എങ്കിലും ഒരു പാഠമുണ്ട്. ഇതിലൊരു ഹദീസും ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ സമുദായങ്ങൾ ഈ ലോകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ ശിഷ്യമാണ്. നമ്മൾ പറയണം, നമ്മുടെ ശേഖനായിട്ട് ഈ മാർഗ സുൽത്താനികൾ ഉയർത്തണം. അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞത് ആരിന്റെ പോലെ നിന്ദ്യനായിട്ടും നന്ദി കെട്ടിട്ട് ബുദ്ധി കെട്ടിട്ട് ആരും പോകണ്ടായില്ല. നമുക്ക് നാളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കും. കുറച്ച് സമയം, എത്ര സമയം നമ്മൾ കാത്തിരിക്കാൻ കഴിയും? ഒരു 10, 30, 40 വയസ്സ് കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞു. ഓന്റെ ശാരീരികമായി കിടക്കുന്ന ആ ശരീരത്തിന്റെ അംശം കഴിഞ്ഞു. അതിൽ നിന്നൊരു 10, 20 വയസ്സിലൊക്കെ കഴിയാൻ. പിന്നെ അവർക്ക് എന്താ ദുനിയാവെന്ന് കിട്ടാനുള്ളത്? പിന്നെ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയാതെ എന്താണ് നമ്മളെ കയ്യിലുള്ള ശിവകുണോഷം? എന്ത് കെട്ടിപ്പിടിച്ചാണ് നമ്മൾ ഈ കിടക്കുന്നത്? ശവത്തിന് കെട്ടിപ്പിടിച്ചു. ഞാൻ നല്ല കുട്ടികൾ ക്ലാസ് എടുത്തു. നമ്മുടെ കുറച്ച് എഴുത്തുകാരുണ്ട്, ഓരോ കുട്ടികളുണ്ട്. പാടുമ്പോൾ ചില കുട്ടികളൊക്കെ മമ്മി മമ്മി എല്ലാവരും വന്നു. കുട്ടികളെ ഇപ്പൊ ഇംഗ്ലീഷിലൊരു ഭാഷയാണ് മമ്മി ഡാഡി, ഡാഡി മമ്മി എന്ന് വിളിച്ചിട്ട് വിളി. അല്ലാഹു നമ്മളെ കാത്തിരിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെടാത്തൊരു ഭാഷ ഇംഗ്ലീഷ്. ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്തിന്റെ അടയാളം വരുമ്പോൾ ഖുർആനെ സംബന്ധിച്ചിട്ടും അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങളെ സംബന്ധിച്ചും നാവിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരേ ഭാഷ വിഷയം. അവിടെ ഇംഗ്ലീഷ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭാഷ ഏത് ഭാഷയിലായിരുന്നാലും ആ ഭാഷയെ വിശ്വാസം ചെയ്തിട്ടില്ല, കൂടുതൽ അതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ദജ്ജാല് പോലും വരുമെന്നും നരകത്തിന്റെ ഭാഗം ആ ഭാഗങ്ങളാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാണാൻ കഴിയാതെ നരകം എന്നത് ഭൂലോകത്തിൽ ഉണ്ടെങ്കിൽ ആ
ആ ഭാഗങ്ങളാണ്. അതിൽ എത്ര നിൽക്കാനുള്ള ആ ഭാഗത്തൊക്കെയും റഷ്യയുടെ അടിത്തട്ടിലേക്ക് മാറ്റി പോയി വെക്കുന്ന സമയത്ത് ഭയങ്കരമായ തീഗോളങ്ങളാണ് അവിടെ കൊള്ളുന്നത്. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ കുട്ടികൾക്ക് ആവേശം ഉണ്ടായി കൊടുക്കണം. ഒന്നും നമ്മൾ ചെയ്യരുത്. അത് നല്ല വസ്ത്രം കൊടുക്കണം. നമ്മളൊരു ടിവിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ നമ്മൾ വീടുകളിലുണ്ടെങ്കിൽ നല്ല നല്ല സവാരികളൊക്കെ വെച്ച് കുട്ടികളുണ്ട്. വേറൊന്നും കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും വിദ്യാഭ്യാസം 10,000-2000 വരുന്ന ഖുർആനിലെ തഫ്സീറുകളുടെ ലോകത്തിന് പറയുന്നത്. അത്രയും വരുന്ന തഫ്സീറുകൾ നെറ്റ് കിട്ടുന്നുണ്ട്. എത്ര ഹദീസുകൾ ഉണ്ടോ അത്രയും ഹദീസുകൾ നമുക്ക് നെറ്റ് കിട്ടും. ഇതെല്ലാം ചരിത്രങ്ങളുടെ അർത്ഥം പോയി. ഒരു നേരം വെളുക്കുമ്പോൾ നെച്ചിട്ട് നമ്മളെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടും. നമ്മളെ കുട്ടികളെ മുന്നിലേക്ക് വിളിച്ചു ഖുർആൻ ഓതുന്ന കാര്യങ്ങൾ, ഏതാനും ഖുർആന്റെ കാര്യങ്ങൾ ഖുർആൻ ഓർത്തുണ്ട് നമ്മുടെ കുട്ടികളെ മുമ്പിൽ വെച്ച് അതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൈ പിടിച്ചുകൊണ്ട് ആ ഖുർആൻ കഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ഈ വാങ്ങിയ പൈസ കൊടുത്ത് വാങ്ങിയ ഈ മൊബൈലിലെ വെച്ചിട്ട് എത്ര ആക്കാൻ ഞങ്ങൾക്ക് അള്ളാഹു. ഇത്രയും ഹദീസൊക്കെ പഠിക്കാൻ നമ്മളെ കൊണ്ട് എവിടെ പോയിട്ടാണ് ഇന്ന് നമുക്ക് കാണുന്നത്? കല്ലൂരിൽ വരെ നമ്മൾ നാട്ടിലൊക്കെ പുതിയ ജമാഅത്ത് ഹദീസൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അറബി വ്യാഖ്യാനം പഠിച്ചിരുന്ന അറബി വ്യാഖ്യാനം ഇംഗ്ലീഷിലുണ്ടാവും. ഇംഗ്ലീഷ് പഠിച്ചത് ഇതുപോലെ കുട്ടികൾ നോക്കിയിട്ടൊക്കെ വ്യാഖ്യാനം ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ കിട്ടുന്ന സമയം ഇപ്പോൾ മഷായിഖന്മാരുടെ നമ്മൾക്ക് പറഞ്ഞുകൊണ്ടും അവരെ പറ്റി പാടിക്കൊണ്ടും അതിനെപ്പറ്റി നമ്മൾക്ക് ബെയ്ത്തുകളായിട്ടാണെങ്കിലും ശരി പാട്ടുകളായിട്ടാണെങ്കിലും ശരി ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. നമ്മൾ പുറത്തുള്ളവർ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ആരും കേൾക്കുക. ഇതിലൊരു മക്കാമുണ്ട്. ആ മക്കാമിൻ്റെ ഒരു സമാധാനം. ഇതിനകത്തൊരു വിഭാഗമുണ്ട്. നമ്മൾ ഈ പോണ ഈ തസൂഫിന്റെ വഴിയിൽ മഷായിഖന്മാരുടെ കീഴിൽ ഒരു മക്കാമുണ്ട്. അത് പേരില് സമാധാനം. അതിന് പേരാണ് തവായി. അള്ളാഹുവിനെ പറ്റി കേട്ടുകൊണ്ടേയിരിക്കുക, അതിൽ ലയിച്ചുകൊണ്ടിരിക്കുക, അതിൽ ആനന്ദം കൊണ്ട് തീർച്ചയായിട്ടും നല്ലതല്ലേ? അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചെവികൾ കേൾക്കണം. വീടുകളൊക്കെ ആകുമ്പോൾ നമ്മളെ കുട്ടികളും എല്ലാവരും കേൾക്കുന്ന കുറച്ച് ഉച്ചത്തിൽ കൊമർച്ചില്ല. നമ്മൾ നീട്ടി വരുമ്പോ മക്കൾ നീട്ടി വരുമ്പോ വാപ്പാൻ കിടന്നു, വാപ്പാൻ നീട്ടി വരുമ്പോൾ മക്കൾ കിടന്നു. ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടാകും. ഞാനീ പറയുന്നതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾക്ക് വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾക്ക് ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ല. അള്ളാഹുവിനോടുള്ള ഭയം നമുക്ക് കിട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഭയമുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒരാൾ ആ ഭൂമി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരാൾ ഭൂമിയെ കണ്ടിട്ട് ഓടുകയാണ്. ഒരു ചുറ്റുപാട് പിന്നെ എന്നെ കണ്ടു ഓടി. അപ്പൊ അവര് വ്യഭിചാരിയാണ് സ്ത്രീ. നിന്റെ ശിരസ് തൊട്ട് കാൽപാദം വരയ്ക്കുമുള്ള നിന്റെ റബ്ബ് നിന്റെ കൂടെ ഉണ്ട് എന്ന് നീ അറിഞ്ഞ് ഇതുവരെക്കും നീ ചെയ്ത തെറ്റിന്ന് നിർത്തിയിട്ടില്ലല്ലോ. നീട്ട് ഓടിപ്പോയിട്ടില്ല. നീ എന്നെ കണ്ടതിനാ ഓടേണ്ട ആവശ്യം. ഇത് പറയുന്നത് അവരുടെ കാര്യത്തിൽ ഔലിയാക്കന്മാർ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട റാബിയത്തിൽ അറിയാറുള്ളതാണ്. ബഹുമാനപ്പെട്ട റാബിയത്തിൽ അറിയാറുള്ളതാണ്. അവിടുന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചരിത്രം പറയുമ്പോഴൊക്കെ നമ്മൾക്ക് എല്ലാവരും സ്ത്രീകളെ വിലക്ക് വാങ്ങില്ല. പൈസ അങ്ങോട്ട് സ്ത്രീകൾ പുരുഷന്മാരെ ഇങ്ങോട്ട് വിലക്കുകയാണ്. അങ്ങനത്തെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലേക്ക് ഉയർന്നു പോയി. കാരണം ഹസൻ ബസർ ഖുർആൻ കണ്ടുമുട്ടിയതിന് ശേഷം ബഹുമാനപ്പെട്ട റാബിയത്തിൽ അതേ ഒരു വട്ടം, അതായത് ഒരു യാത്രയിൽ പിന്നെ അക്കാലത്തുള്ളത് മുഴുവൻ കപ്പലുകളാണ്. ഒരു കപ്പൽ ഒരുപോലത്തെ കപ്പലുകളാണ്, മരങ്ങളെ കൊണ്ടുണ്ടാക്കുക. അങ്ങനെ ആ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്കരെ നിന്ന് അക്കരെ പോകാൻ പറ്റാത്ത ഒരു വയസ്സായ ആൾ പറഞ്ഞു,
ഞങ്ങൾക്കൊരു കയറ്റം. അപ്പൊ ഈ കയറാൻ പറഞ്ഞ ആൾക്ക് അതിന് കത്തിച്ചാണ്ടാവില്ല. കത്തിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു സാധ്യതയല്ല. അപ്പോ റാബിയത്തിൽ അറിയാറുള്ളതാണ് പറഞ്ഞു. എന്താ ആദ്യം ആൾ പറയുന്നത് ചോദിച്ചു. അത് പറഞ്ഞ് ഇങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ചോദിച്ചാണ്. അതെ. അപ്പോ റാബിയാണ് കേൾക്കണം നമുക്ക് ഒരു തമാശക്ക് ആളുകൾ കിട്ടില്ലെന്നാണ്. അങ്ങനെ ഇവര് കള്ളുകളൊക്കെ കുടിച്ച് ലഹരിയായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്താണ് ബഹുമാനപ്പെട്ട വാദികളാകുന്നു ഇത്ര സ്ത്രീകളുണ്ടാവാമായിരുന്നു. ഇവരൊക്കെയും പല തരത്തിൽ നിന്ന് ആടിയിട്ടു ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു പിടിക്കില്ല. ഉടുവസ്ത്രങ്ങളൊക്കെ അയച്ചിട്ടുകൊണ്ട് അത് മുമ്പിൽ നിന്ന് വെച്ചപ്പോൾ അതൊന്നും കൊണ്ടില്ല. തിരിച്ചുകൊണ്ടേ അവസാനം കുറച്ച് കള്ള് കൊണ്ടുപോയി. ആ കള്ള് കൊണ്ടുപോയി ആ കള്ള് കൊണ്ടുപോയി പറഞ്ഞു, ഞാൻ കുടിച്ചിരുന്നു പറഞ്ഞു. എന്നാൽ കുറച്ച് കുടിച്ചു, ഞാൻ കുടിച്ചിരുന്നു. പെട്ടെന്ന് വിചാരിച്ചു കൊടുക്കുക. എന്നാ നിങ്ങൾ ആ കുറിച്ച് നിൽക്കില്ലേ? പരിശുദ്ധ തൗഹീദിലെ പാലാണ്ട് കൊടുത്തു. അത് മാറിപ്പോയി. അങ്ങനെ ഇവർ തമ്മിൽ തിരിഞ്ഞു കുറെ വർഷക്കാലം എവിടേക്ക് പോയിട്ട് ഇങ്ങനെ പോയി. പിന്നെ അസമസ്വരം ആരും കണ്ടിട്ടില്ല. അസമസ്വരം റാബില്ലാത്തവരും ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അസംബസ് വലിയ ഭാഗം മക്കത്ത് ഹജ്ജിനാണോ ഉംറക്കാണോ എന്നറിയില്ല, എങ്കിലും അവിടെ ഇങ്ങനെ പോയി കുറ്റുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, അസ്സലാമു അലൈക്കും. മുടിയൊക്കെ അങ്ങനെ പാരി പറഞ്ഞിട്ട് ഇത്തരം ഭ്രാന്ത് പോലെ നടക്കുക. അപ്പൊ ഈ മുടിയൊക്കെ ഇങ്ങനെ പാരി പറഞ്ഞിട്ട് കണ്ട് വയസ്സായിരിക്കുന്നു സമയത്ത് അത് ചോദിച്ചു, നിങ്ങൾക്ക് അസുഖസുഖമാണെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിച്ചു. അതായത് നമുക്ക് ആ കപ്പലിൽ വെച്ചിട്ട് നിങ്ങൾ കുടിച്ചെനിക്കൊന്നും കുടിപ്പിച്ചില്ലേ? ആ റാബിയാണ് ഞാൻ. അങ്ങനെ അവിടെ ഇരിച്ചിട്ട് പറഞ്ഞു, ഇരിക്കപ്പോ ഒരാൾ പോയി ഒരു മറയുടെ ഭാഗത്തേക്ക് പോയാൽ അതിന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയി. ആ ഭക്ഷണ സാധനം എന്തായിരുന്നു? സ്വർഗത്തിലെ ഭക്ഷണമായിരുന്നു. അസംബസ് പറയാം, റബ്ബിനോട് ഒരു ദുആ ചെയ്തു. അസംബസ് ഞാൻ ഇത്ര കാലം ഞാൻ നിന്നിലായിട്ട് ജീവിച്ചു, നിന്നിലേക്ക് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു അനുഗ്രഹം ചെയ്തില്ലല്ലോ. ഇന്നേക്കും അസംബസ്സുള്ളവരെ കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളെ ചിന്തിക്കണം, ഒരുപാട് ചിന്തിക്കണം. ഇന്ന് നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മുടെ മഷായിഖന്മാർ, അവരൊക്കെ അവരുടെ ജീവിതങ്ങളിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് നമുക്ക് വഴിമാറിയിരിക്കുന്നത്. അവരാരെങ്കിലും അവർ കഷ്ടപ്പെട്ടതിന് വലുതായി കൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചോ? നമുക്ക് ഇന്നലെ നേരം ഭക്ഷണമില്ല, അല്ലെങ്കിൽ വസ്ത്രമില്ല, അല്ലെങ്കിൽ സമ്പാദ്യമില്ല, അല്ലെങ്കിൽ പൈസ ഇല്ല, ഈ വീടുകളാണ് ചോദിച്ചോ? അവർ നിങ്ങളോട് പറഞ്ഞെന്താണ്? നിങ്ങൾ ഈ മാറി സ്വർഗമുണ്ടായി, ഞാൻ ഉറപ്പായിട്ട് വാഗ്ദാനമില്ല. ഇപ്പൊ മഷായിഖന്മാർ പറഞ്ഞു, ദുനിയാവിന് മാത്രം ഞാനുണ്ട് എന്റെ ശിഷ്യന്മാർ, ഞാനതിന് സാക്ഷിത്വം പറഞ്ഞു.
അവരോട് അടുക്കാൻ നമുക്ക് സാധിച്ചു കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർ നൽകപ്പെട്ടതനുസരിച്ച് മുന്നോട്ട് പോയി പ്രവർത്തിക്കാൻ സാധിക്കാതെ പോയാൽ നമ്മളെ പോലെ നിന്നി കെട്ടാലാരും വൃത്തി കെട്ടാൽ വേറാരെങ്കിലും ഉണ്ടാവുമോ? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഒരു ബെയ്ത്തുകളൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് കൂടുതൽ അവർ സഹകരണം. നിങ്ങൾ എന്തെങ്കിലും ഒരു പാട്ട് വെറും ഒരു വർത്തമാനം പറഞ്ഞൊക്കെ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ട് അതിന് വിശ്വാസം നമുക്ക് മറുപടി നൽകുന്നു. നിങ്ങൾ എന്തെങ്കിലും അനുകരിക്കുന്നു അത് നിങ്ങൾ വെറുതെ ഒരു പാട്ട് പാടിയാൽ മതി, ഒരു തമാശ പാട്ട് പാടിയാൽ മതി. നിങ്ങൾ അതിനനുകരിച്ചില്ലേ അത് നിങ്ങൾ കൂടെ ഉണ്ടാവും. ആ സമയം കുറച്ച് ഈണത്തിലും ഖുർആനോദം പഠിക്കണം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും തന്നെ കവിതകളൊക്കെ വായികളൊക്കെ പാടാൻ. വസ്ത്രത്തിലാവട്ടെ സ്വഭാവങ്ങളിലാവട്ടെ ഒക്കെ നമുക്ക് മാറി കാണിച്ചു. സ്വഭാവങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നു. നബിസ്വല്ലല്ലാഹു വിവാഹം കഴിക്കാൻ വളരെയധികം നിർബന്ധിക്കുന്നതാണ്. കഴിക്കാത്തവരോട് ദേഷ്യം വരെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഹബീബുള്ളാഹിനെ സ്നേഹിച്ചു കൊണ്ടിട്ടില്ല ഒരുപാട് ആൾക്കാർ വിവാഹം കഴിക്കാറുണ്ട്. ഒരുപാട് സഹാബാക്കൾ വിവാഹം കഴിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ അവർക്ക് വ്യഭിചാരത്തിന് പോയാൽ അത് വിഷയം ചിന്തിക്കാതെ പോയാൽ ഹബീബുള്ളാഹിയുടെ സ്നേഹം അതായിരുന്നു അവരുടെ ജീവിത രീതി. ഒക്കെ സാധിക്കേണ്ടത് നമുക്ക്. പിന്നെ ആർക്കെ സാധിക്കുന്നത്? ഒരു തുച്ഛമായ നിന്യമാകുന്ന ഒരവസ്ഥക്ക് വേണ്ടി അത് ഒരു സ്വർഗലോകമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. ഒരു ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളത് മതി. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് പോയിക്കൂടെ? നമ്മുടെ കുടുംബം ഇത്ര ഭംഗിയായിട്ട് പോകാൻ പറ്റുന്നത് അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് അള്ളാഹിനെ അകർത്തിച്ചെല്ലുമ്പോൾ അവർക്ക് സുഖമായൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ അള്ളാഹുത്തിലെ നമുക്ക് ചൊല്ലുന്നു. സാരമായിട്ടൊരു ചരിത്രം പറയുന്നതെന്നുണ്ടെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 കുതിരയുടെ ശക്തിയായി. ദുനിയാവിലെ കുതിരനൊക്കെ ചെയ്ത പറഞ്ഞത് ആഫ്രിക്കയിലെ സ്വർഗത്തിലെ കുതിരയുടെ ശക്തി 40 ശക്തിയാണ്. 40 കുതിരയുടെ ശക്തിയാണ് സ്വർഗ ശക്തി. അത് സാധാരണ പറയുന്ന വാക്ക്. സർവ്വ ലോകങ്ങളുടെയും ശക്തിയും ഹബീബ് റസൂലുള്ളാഹി മനസ്സിലാക്കണം. അപ്പൊ നമ്മൾക്ക് എന്താ, നമ്മൾക്ക് തകുന്ന രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി. ഉള്ളത് കൊണ്ട് കിട്ടും. ഒരു ഉറുപ്പ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ഉറുപ്പിനെ എന്തും ചെലവഴിച്ച് നമ്മൾ ചിന്തിക്കണം. പൈസ വേണമെന്ന് നമുക്ക് പൈസ വേണ്ടാന്ന് അള്ളാഹുത്തല നമുക്ക് പഠിച്ചിട്ടില്ല. ഉപ്പിട്ടിച്ച് പോയിങ്ങാണ്ട് നിങ്ങളിങ്ങനെ തെന്റെ നടന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. നല്ല അധ്വാനിച്ചോ, പൈസ ഉണ്ടാക്കിക്കോ. ആ മഹാന്മാരൊക്കെ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളത്. നല്ല സമ്പാദിച്ചോ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചോ, നല്ല വീടുകൾ ഉണ്ടാക്കിക്കോ, നല്ല വാഹനങ്ങൾ വാങ്ങിക്കോ, ഒക്കെ നീ ചെയ്തു ഫക്കീറായി ജീവിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഫക്കീറായി ജീവിക്കും. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതല്ല. നിനക്ക് എന്ത് തന്നെ കിട്ടിയാൽ നീ റബ്ബിന്റെ ഫക്കീറാവും. എന്റെ റബ്ബ് തന്നതാണ്. എന്റെ റബ്ബിന് തൃപ്തി അല്ലാതെ നിന്ന് ഒരു ഉറുപ്പ്യ പോലും ഞാൻ ചെലവഴിക്കില്ല എന്ന് ഉറപ്പിക്കും. മശായിഖുമാരൊക്കെ എന്റെ ഉസ്താദിനെ അവിടുത്തെ ഭാര്യ ചൂലും പട്ടോണ്ട് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാണ് കൊണ്ടുപോകില്ല, ഞങ്ങളപ്പുറം നിർത്തിക്കുക. ഞാനും പിന്നെ പറഞ്ഞു ഞങ്ങളപ്പുറം നിർത്തിക്കുക, ഇവരോടൊക്കെ അപ്പൊ വരട്ടോ എന്നാണ്. അപ്പൊ ഇതിനാണ് ചെല്ലുന്നത്. അപ്പൊ അവിടുന്ന് അടി കിട്ടുന്ന പേരും നമ്മൾ കാണാതിട്ടാണ് നമ്മളെ നിർത്തി പോയിട്ടുള്ളത്. 5 ഏക്കർ സ്ഥലം തൃശ്ശൂർ ടൗണിലുണ്ടായിരുന്നു. 5 ഏക്കർ സ്ഥലം കോടിക്കണക്കിന്. അത് എന്ത് ആക്കിയതിനും കൂടെ അന്വേഷിക്കാറുണ്ട്. ഇങ്ങനത്തെ മഹാന്മാർ നമ്മൾക്ക് നമ്മളെ കയ്യിൽ കിട്ടിക്കണം. നമുക്ക് അത് മുരടിക്കാൻ നോക്കണ്ട. നമ്മൾ നിന്യമായ കാര്യങ്ങളൊക്കെ നീക്കിങ്ങനെ പോകണം. ആവശ്യമൊന്നുമില്ല. എപ്പോഴും നിങ്ങൾ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ കുറച്ച് സമയം ഇവിടെ അങ്ങനെ വന്ന് കുത്തിരിക്കുമ്പോൾ ആവശ്യമായ സംസാരങ്ങളോ ഓരോ കാര്യങ്ങളൊന്നും വേണം. നമുക്കുള്ള സമയം എന്താ വെച്ചാൽ സവാരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകളൊക്കെ പഠിച്ച് പരസ്പരം സംസാരിക്കുന്ന ഒരു അവസരം ഉണ്ടായി നമുക്ക് എത്ര നന്നു. ഏത് ജോലി ചെയ്തോളൂ, അതിനാരും വേണമെന്നൊന്നും അതൊന്നും തടസ്സില്ല. കിട്ടുന്ന സമയമുണ്ട്. ആ സമയം വിഭാഗിക്കുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞു സാധാരണ വിഭാഗത്തിനായിപ്പോ ഒരൊറ്റ വട്ടം നിങ്ങൾ ചെയ്യാൻ 24 മണിക്കൂർ വിഭാഗത്തിന് കിട്ടുന്ന വഴിപാടും പറഞ്ഞു. ഒരൊറ്റ വട്ടം നിങ്ങൾ ചെയ്താൽ 24 മണിക്കൂർ, അന്നത്തെ 24 മണിക്കൂർ നിങ്ങൾക്ക് വിഭാഗത്തിന് തുല്യമായി തോന്നും. അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. സമയം കിട്ടുന്ന പോലെ
അതിന്റെ ഓരോ അറഫ് കണ്ടിട്ടും പാവങ്ങൾ അള്ളാഹുവിന് കൊടുത്തു തരും. 72,000 വർഷത്തെ പാവങ്ങൾ കൊടുത്തു. ഇത്രയൊക്കെ ഒരു അനുഗ്രഹം ചെയ്തിട്ട് പിന്നെ നമ്മൾ നന്ദിയില്ലാത്തവനെ ജീവിക്കാൻ നോക്കണ്ടായി. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിൽപ്പെട്ട എല്ലാ സുൽത്താനുകളും നമ്മളിന്ന് യാത്ര ആയതുകൊണ്ട് കബറുകളിലേക്കും ഈ നിൽക്കട്ടെ. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ ആസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കപ്പെട്ടവരാണ്. ദുആ കൊണ്ട് അവിടെ നമ്മൾ മശായിഖുമാരുടെ സാന്നിധ്യങ്ങളെ മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാത്തിലും വല്ലവരുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവരെയും മനുഷ്യരിക്കും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു ഞാൻ ഇന്നലെ ബർക്കത്തിനെ പറ്റിയാണല്ലോ പറഞ്ഞില്ലേ. അതേപോലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോഴും അറിയാം ബർക്കത്ത് ഉണ്ടാവും. എന്താണ് ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിങ്ങനെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ അതിലൊക്കെ ഉണ്ടാകണം ഇങ്ങനെ വരുന്ന അതല്ല ബർക്കത്ത്. അത് ബർക്കത്ത് ഞാൻ വിശ്വാസം പഠിപ്പിച്ചു. 3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പറയുന്നത് നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ പള്ളിയിലിരിക്കുകയാണ്. പള്ളിയിലിരിക്കുന്ന സമയത്ത് അബൂ ഹുറൈറ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ പള്ളിയിൽ ക്ഷീണിച്ച് ബോധക്ഷയം വന്നുപോകുമോ മരണപ്പെട്ടു പോകേണ്ട അവസ്ഥ കിട്ടിയില്ല. ഭക്ഷണം കഴിച്ച് കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് വരുന്നത്. ഉമർ ഖത്താബിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആഗ്രഹം. ഉമർ പറഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ പറ്റും, എന്നെ കൂട്ടിക്കൊണ്ടൊരു ഭക്ഷണം ചെയ്തിട്ട് ആരെങ്കിലും വന്നാൽ ആ ഒരു ചിന്തയിലാണ് ഉമർവാനിരിക്കുന്നത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഉമർത്താറുവാൻ വരുന്നത്. അപ്പോൾ ഉമർത്താറുള്ള ചെന്നത് കിട്ടുന്നു അപ്പോഴത്തേങ്ങൾ അള്ളാഹനെ ഓർക്കണോ എന്നുള്ള കാര്യത്തിലാണ് ചിന്തിച്ചതായാലും ഉമർത്താറില്ല. ഞാൻ പോയിക്കൊണ്ട് കിട്ടുന്നു കൂടാൻ വളരെ തോന്നി. അത് കഴിഞ്ഞ് ഉമർത്താറുവാൻ പോയി. അപ്പോഴും കൂട്ടിക്കൊണ്ടല്ല ഭക്ഷണം വേണം, വിശപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയില്ല. വിശക്കലുണ്ടാവാം, ഇന്നത്തെ ഭക്ഷണം വേണമെന്ന് പറയില്ല. കുടുംബത്തിലല്ല, ആരുടെ കുടുംബത്തിലല്ല കഴിയുന്നത്. പക്ഷെ നബിസല്ലല്ലാഹു വിശന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ നബിസല്ലല്ലാഹു നേരെ ഏതെങ്കിലും വീടുകൾ കയറിച്ചില്ല. അവിടെ ആ വീട്ടിന്റെ ഉടമസ്ഥനില്ലെങ്കിലും അവിടെ ഭാര്യമാര് മാത്രമേ ഉള്ളെങ്കിലും വീട്ടിന്റെ ഉടമസ്ഥനില്ലെങ്കിലും അതിനകത്ത് കയറിച്ചെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നബിസല്ലല്ലാഹു അവിടുത്തെ മദ്യങ്ങളല്ല, അവിടുത്തെ കയ്യിൽ ചെയ്തുകൊണ്ടുള്ള പറഞ്ഞില്ല. അല്ലാത്ത വേറെ പുറത്തൊരു എവിടെയും അല്ലാണ്ട് ഒരു സാധനം പോലെ അവരുടെ അവസ്ഥ ജീവിതത്തിൽ ജനിച്ചതിന് ശേഷം വിവാഹത്ത് വരക്കും കൊടുക്കില്ല. ഈ വഴിയിൽപ്പെടാത്ത ഒരാളുടെ ഭക്ഷണവും വിശ്വാസം വെച്ചു. പക്ഷേ എങ്ങനെ സിദ്ദീഖുൽ ഒരു പള്ളിയിൽ അത് സിദ്ദീഖുൽ വന്നപ്പോൾ അബൂഹുറൈറ പറഞ്ഞു. അപ്പോ സിദ്ദീഖുൽ തിരിച്ചു വേഗം പോയിട്ട് ആരുമ്പാൻ പോയിട്ട് സിദ്ദീഖുൽ പോയി. അതായത് കുറച്ച് അള്ളാനെ ഓർത്തുകൊണ്ട് പോയി. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ അള്ളാഹുമായി സംസാരിക്കുന്നു. അള്ളാഹിന്റെ കലാമാണ് അള്ളാഹുമായി സംസാരിക്കുന്നു. അപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ട് സിദ്ദീഖുൽ ആരുമ്പാൻ പോയിട്ട് അങ്ങനെ പിന്നെ വരുന്ന നിശ്വാസം എടുപ്പിച്ചെന്ന് പറഞ്ഞു നേരമായി പറഞ്ഞു. അപ്പൊ നിസ്സാരം വരിക പിന്നെ കൂട്ടിയാണ് പോയി. ഐഷ അവിടെ എന്താണുള്ളത് കേൾക്കാൻ ഒരു ഗ്ലാസ് പാലുണ്ട് എന്നാലിരിക്കുന്ന അങ്ങനെ പാലുണ്ട്. അപൂർവമാനോട് പറഞ്ഞു അവിടെ ആ തിണ്ടത്തിരിക്കുന്ന ആൾക്കാരുണ്ട് 150 ആളുകളുണ്ടായിരുന്നു. അതൊക്കെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ചിട്ട് ഒരു ക്ലാസ്സിൽ
ഇത് ദിവസത്തേക്ക് ഒരു മുറുക്ക് ഇന്നലെ കുറിച്ച് ചെയ്ത നാളെ കുറിച്ചാലും മുറുക്കുകളെ കുറിച്ചാലും ഇത് പറഞ്ഞത് അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ലക്ഷണവാരിശമായി കുറച്ച് കുടിച്ചു. വിശപ്പ് മാറുന്നമായി കുടിക്കാൻ പറ്റും. വിശപ്പ് മാറുന്നമായി കുടിച്ചു. അങ്ങനെ ആയിരുന്നു 150 ആളുകൾ കുറിച്ചിട്ടാൻ പാലാണ്. ആയിഷാബിറുള്ളാന്ന് മനസ്സിലായിരുന്നു എന്തെങ്കിലും കഷ്ടമാണ്. അതേ പാല ആയിഷാബിറുള്ള കുടിച്ചു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് ബർക്കത്ത്. ബർക്കത്ത് പറക്കുന്നത് അതാണ്. നിങ്ങൾക്കുള്ള എന്തൊരു വിഷയം ആ വിഷയത്തിലുള്ള ബർക്കത്ത് ചെയ്യും. ഇതാണ് ബർക്കത്ത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണം നമ്മൾ കുറേ പൈസക്ക് കുറേ റുപ്യാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചാൽ റുപ്യാണ്. റഹ്മത്തെ പറ്റി പറയട്ടെ. ഇന്നാണ് റഹ്മത്ത്. അതുകൊണ്ട് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അങ്ങനത്തെ ബർക്കത്തുള്ള നൽകട്ടെ. അങ്ങനത്തെ ധനങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കപ്പെടുന്ന എല്ലാ സർവ മൂല്യങ്ങൾക്കും മുമിനാത്തുകൾക്കും ഫക്കീറന്മാരും മുസ്ലിംമാരും എല്ലാം നമ്മളെ മത്സരത്തി വെക്കുമാറാകട്ടെ. അതൊക്കെ നമ്മൾക്ക് സന്തോഷത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ വെക്കാൻ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്കുള്ള ഇവിടെ ഒന്നും കഴിവുള്ളവരോ ഒരു വലിയ പണ്ഡിതരോ വലിയ അറിവുള്ളവരോ അല്ലെങ്കിൽ ഒരുപാട് ജീവത്യാഗം ചെയ്ത ആൾക്കാരൊന്നും നമ്മളല്ല. ഒരുപാട് വിഭാഗങ്ങൾ ചെയ്ത് നമ്മളെ മഹാന്മാരെ പോലൊന്നുമില്ല. നമ്മൾക്ക് ആ മഹാന്മാർ അവരെ അധ്വാനിച്ചില്ല. അവരെ കാലിന് മണ്ണിൽ അടിയിലെങ്കിലും കിടന്നുകൊണ്ട് യാത്രയാണ് സുഹൃത്തുക്കൾ. അതിനുവേണ്ടി മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ സമയത്ത് നമുക്ക് ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗര്യന്മാരെ വരയ്ക്കാൻ നമുക്ക് താല്പര്യം പഠിച്ചിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ ഈ മഹാന്മാരൊപ്പം നടന്നുകൊണ്ട് വേറെ കാലം മാറ്റപ്പെട്ടു. അത് വേറെ കാലമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബുക്കിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹു അവർക്ക് ആ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ അവൻ അള്ളാഹു പറഞ്ഞല്ലോ. ഖുർആനിലൂടെ പറഞ്ഞു ആരിക്കൽ കിതാബ് ലാറൈബ ഫീഹി ഹുദൽ മുത്തഖീൻ അല്ലദീന വൈകി വൈകും നസ്റാത്ത വമ്മാ റസൂലുള്ളാഹും അതിന് നമ്മളെന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ അടുത്താണ്. അള്ളാഹുടെ എന്ത് ചെയ്യണം? മശായിമാരുടെ വാക്കുകൾ പൂർത്തീകരിച്ച് അതിനനുസരിച്ച് ജീവിച്ചു. വ്യക്തികൾ വന്നുപോയി വീണ്ടും കേരിച്ച് മടങ്ങുക. അള്ളാഹു കേരിച്ച് മടങ്ങാൻ കഴിയാത്തൊരു കൂട്ടം വരും. അന്ന് അള്ളാഹു എന്നോട്ട് മടങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് വിഷമം പോലും ഒരു വിഷമം പോലും വരാത്ത രൂപത്തിൽ അള്ളാഹുത്തിന് നിങ്ങൾ മാറ്റി കിട്ടുന്നവരുണ്ട്. അതേപോലെയാണ് അവസാനം. ഞാനങ്ങനെ തെറ്റ് ചെയ്തോട് പോലും അവർക്ക് മനസ്സിന് പോലും തോന്നില്ല. അത്ര കണ്ട് അവൻ നശിച്ചു പോകുന്ന ഒരു വിഭാഗം ഉണ്ടാവും എന്ന് വിശ്വാസം പഠിച്ചിട്ടുണ്ട്. ആ പോലും അള്ളാഹു രക്ഷപ്പെട്ടു. ചില തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ അതിന് ചെയ്യണ്ടെന്ന് തോന്നുന്ന കേട്ടപ്പോഴും കേട്ട അങ്ങനത്തെ ചെയ്യും. അങ്ങനത്തെ ആ സമയത്താണോ നമ്മൾ കൊണ്ടത് നമുക്കറിയില്ല. അള്ളാഹുടെ എല്ലാം ഞാൻ പറയണം. കാരണം വന്നുപോയി അള്ളാഹു തരാൻ മുൻകഴിഞ്ഞാൽ എത്രയോ ദോഷികൾക്ക് അള്ളാഹു ഒത്തുകൊടുത്തത് പാവപ്പെട്ട ശുദ്ധങ്ങളായി നമ്മൾക്ക് അള്ളാഹു കൊടുത്തപ്പോൾ നമ്മൾപ്പെട്ട എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു സ്വർഗത്തിന്റെ തോപ്പുകളാണ്. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു കുട്ടി എവിടെ പോയാൽ അടുത്ത സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ. നമ്മൾ ആ സ്വർഗത്തോപ്പിൽ മേയുന്നവരാണ്. സ്വർഗത്തോപ്പ് ഇയാളുടെ സ്വർഗത്തോപ്പുണ്ട്. നിങ്ങൾ ആ സ്വർഗത്തോപ്പ് കണ്ട അതിലൊന്നും മേയാതെ പോയിരുന്ന അതായത് ഈ ആവശ്യമുള്ള സ്വർഗത്തോപ്പ് അങ്ങനെ വിക്രമജിച്ച് തന്നെ പറഞ്ഞത്. ആ ദിക്ർ മജിസിലേക്ക് വിശ്വാസം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആ വെളുക്കുന്ന സമയത്താണ് ജിനേശൻ എന്ന് പറഞ്ഞത്. നബിയെ നിങ്ങളവിടെ സ്വർഗത്തോപ്പ് ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ. അള്ളാഹു നിങ്ങൾ പോകുന്നില്ലേ? ഞങ്ങളെക്കാളും പോവാണെന്നാണ് വിശ്വാസം. ഇതെന്താന്ന് പറയുന്നത് വിശ്വാസം വേഗം നെയ്റ്റിലേക്ക് പള്ളിയിൽ നോക്കിയപ്പോൾ പള്ളിയിൽ ഒരു ഭാഗത്തിന് കുറച്ച് ആൾക്കാർ എന്താ നിങ്ങൾ ചെയ്യും? യാതൊരു ഞങ്ങളൊന്നും ചെയ്യല്ല. നിങ്ങൾ നാട്ടുവർത്താനം പറയുകയാണ്. വീട്ടുവർത്ത കാര്യങ്ങളൊന്നും പറയില്ല. യാതൊരു ഞങ്ങൾ അള്ളാഹിനെ വിട്ടു നോക്കുകയാണ്. നിങ്ങൾ തൗബ ചെയ്യുകയാണ്. നിങ്ങൾ അതിന് ശുക്ർ ചെയ്യുകയാണ്. എല്ലാം നിങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷപ്പെടും എന്ന് വിവേശ്വരമോട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു അവർ പോയി കൂടിപ്പോയി നിങ്ങൾ ഇത്ര നബിയെ എന്ന് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു അത് ഞാൻ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് വിശ്വാസം. തീർച്ചയായും നമ്മളെ മനുഷ്യർക്ക്
അഭിമുഖാനെ പറഞ്ഞിരിക്കുന്ന പ്രശ്നമായിരിക്കും ഉറപ്പാണ്. അത് യാതൊരു മനുഷ്യണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സമ്മർദ്ദത്തിൽ എത്താൻ നമുക്ക് തൂത്തങ്ങളിൽ നിന്നുള്ള കാരണം അത്ര കണ്ട് മോശമായ പല വിവാഹങ്ങൾ എഴുതി വയ്ക്കുന്നു, അവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഒക്കെ കാരണം അത് അഹങ്കാരം കൊണ്ടാണ്. നമ്മളത് വൃത്തിപ്പെടണ്ട. ഇതിനൊക്കെ എല്ലാവരും പരിശോധിക്കുക. എല്ലാവരും നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൂട്ടുകൂടെ നമുക്ക് വേണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല ധനം കൊണ്ടുവരണ്ടേ, നല്ല ആരോഗ്യം കൊണ്ടുവരണ്ടേ, ഞാൻ നല്ല ചെറുപ്പമാക്കി കൊണ്ടുവരണ്ടേ, ഇത് ഞങ്ങൾക്ക് നല്ല കച്ചവടത്തിൽ ലാഭം കൊണ്ടുവരണ്ടേ, ഞങ്ങളുടെ ജോലിയിലുള്ള വർക്കൊന്നും കൊണ്ടുവരണ്ടേ, ഞങ്ങൾക്ക് നല്ല നല്ല വാഹനങ്ങൾ കൊണ്ടുവരണ്ടേ, ഒക്കെ നിങ്ങൾ ചോദിച്ചു മനുഷ്യപ്പ കൊണ്ടുവരണ്ടേ. അതേപോലെ നമ്മൾക്ക് അശ്രദ്ധരായിക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾക്കുണ്ടാകുന്ന പല കേടുകളെ കൊണ്ടും പല അസുഖങ്ങളും വന്ന് ചേർന്നേക്കാം. അള്ളാഹു തലമുറ മരിച്ചുകൊണ്ട് അസുഖങ്ങൾക്ക് അള്ളാഹു ശിഫാക്കി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ പക്ഷായിമാർ ഉസ്താദന്മാരൊക്കെ അതുകൊണ്ട് നല്ല സന്തോഷത്തെ പ്രധാനം, നല്ല ആരോഗ്യത്തെ കൊടുത്തുകൊണ്ടും അള്ളാഹുവിനുള്ള അടുപ്പങ്ങൾ കൂട്ടിക്കൊണ്ടും നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ കടക്കാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ അള്ളാഹു വയ്ക്കാൻ വേണ്ടി കൊടുക്കുക. കാരണം വെച്ചാൽ നമ്മൾ വരാൻ ഈ ഭൂലോകത്ത് കൊണ്ടുവരാനൊരു കാരണക്കാരാണ് നമ്മൾ മാതാപിതാക്കൾ. അവരൊക്കെ മോശമായി പോയാൽ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. കാരണം നരകം അള്ളാഹു സുബ്ഹാനഹു, സ്വർഗവും അള്ളാഹു സുബ്ഹാനഹു വെച്ചിരിക്കുന്നത് അവർ വിശ്വസിക്കുകയാണ്. നരകം അള്ളാഹു വെച്ചിരിക്കുന്നത് അവരെ വിശ്വസിക്കപ്പെടാത്തത്. അതിൽ ആരൊക്കെ കൊടുക്കുന്നു നമുക്ക് ഒന്നും പറയാം. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വാപ്പുറത്ത്, നൂഹ് നബി ഇസ്ലാമിന്റെ മകൻ കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും പലരുണ്ട് ഒക്കെ നരകത്തിൽ പോയ തെറ്റാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒന്നാമത്തെ എല്ലാവരും ഈ പ്രശ്നമായ മാർഗത്തിലേക്ക് ഒരുപാട് കൈകളിലേക്ക് അതിനുവേണ്ടി നമ്മൾ അതിനോട് നല്ല കഥ വായിക്കുക, മനുഷ്യൻ ചേർക്കണം. പ്രത്യേകിച്ചും പറയാനുള്ളത് നമ്മൾപ്പെട്ട എവിടെയും നമ്മുടെ മനുഷ്യർ എവിടൊക്കെ നടക്കുന്നത് അവിടൊക്കെ നമ്മൾ മനുഷ്യർക്കണം. നമ്മളിൽപ്പെട്ട ആരെല്ലാം എവിടെ ഉണ്ടാവും, നമ്മളിൽപ്പെട്ട ചില മക്കളുണ്ടാവാം, ചില ഭാര്യമാരുണ്ടാവാം, അവരുടെ ഈ വഴിയിലൂടെ കടന്നു വരാത്ത ആളുകളുണ്ടാവാം. അത് അവരുടെ ലക്ഷ്യപൂർവ്വമാണ്. നമുക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ പറയണം മോൻ എന്ത് വേണം നന്നായില്ല, നമുക്ക് മറുപടിച്ചുള്ളൂ പിള്ളേരുടെ വേണ്ട എങ്ങനെ അയക്കാം, അതിന് നമുക്ക് വേണം മറുപടി പറയാം. എങ്കിലും നമ്മളെന്ത് ചെയ്യണം, അവരാണ് പരിശ്രമിക്കണം. നമ്മൾ വീട്ടിൻ്റെ ആവശ്യം കുറച്ച് ഉച്ചത്തിലൊക്കെ നിൽക്കുക കഴിയുകൊണ്ട് കുറച്ച് ഉച്ചത്തിലൊക്കെ എന്തെങ്കിലും കുറച്ച് ഖുർആൻ വരുമ്പോഴൊക്കെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരിക്കലും മാറ്റം വന്നുകൂടായില്ലല്ലോ. കാരണം പുറത്തോറുവാന് മാറ്റം വന്ന അങ്ങനെ തന്നെ ഖുർആന്റെ 4 വചനം സഹസ്വത്ത് തോന്നി കേട്ടപ്പോഴാണ് മാറ്റം വന്നെങ്കിൽ നമുക്ക് നമ്മൾ കിട്ടുന്ന ചില പരീക്ഷകളും കാര്യങ്ങളും വീട്ടിൽ തന്നെ നടത്തണം. അപ്പൊ ചില മാറ്റം വന്നൂടായില്ല. ഇതിനെക്കൊണ്ട് പരിശ്രമിക്കാതെ പോയാൽ നമുക്ക് പോയാൽ തന്നെ അതോടുകൂടി നമ്മൾ മറ്റേതൊക്കെ അനുകരിക്കാനുണ്ടാവുകയും ഒരു മാതാപിതാക്കളൊക്കെ കിട്ടുന്ന അങ്ങാടിക്കൂടെ നടക്കാൻ പോകാനൊക്കെ മനസ്സിലായി വീടിന് പോകാനും മറ്റുള്ളവർക്ക് പോകാനും ഭയങ്കര ഇഷ്ടമില്ല. അതുപോലെ അവർ കബറിലേക്ക് പോകാൻ നമ്മൾ മാതാപിതാക്കളെ തയ്യാറാക്കി ഇരിക്കുന്ന കാര്യമാണ്. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ ഇപ്പ ഏറ്റവും മുറുകെ പിടിച്ചിരുന്നത് ഇപ്പൊ ഒരു സ്ഥലത്ത് അതാണ് ഒരു സ്ഥലത്ത്. അതുകൊണ്ട് എന്റെ ഉപ്പ യാത്ര പറഞ്ഞിട്ട് ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അന്ന് കൂടിയുന്ന ജനങ്ങൾ മുഴുവൻ അനുഭവപ്പെട്ടു. മയ്യത്തിന്റെ കത്തിനെ കുറിച്ചൊക്കെ മയ്യത്തിന്റെ കത്തിനാല് കയ്യിലും ആരെ കയ്യിലും കൊള്ളില്ല. എന്റെ അമ്മ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവർക്കും വേണ്ടി പറയണേ, ഞാൻ എന്റെ അമ്മാനെ മാത്രം പറയില്ല. ഞാൻ ഏതെല്ലാം വഴിയിൽ പോയോ അവിടൊക്കെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നിൽക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പണ്ഡിതന്മാരുടെ കൂട്ടം അത് ഇപ്പൊ നമ്മൾ ആക്ഷേപിക്കേണ്ട. ഇപ്പൊ ഏപ്പിനെ ആക്ഷേപിക്കേണ്ട ആവശ്യം നമുക്കെന്താണ്, ഈക്കിനെ ആക്ഷേപിക്കേണ്ട ആവശ്യം നമുക്കെന്താണ്, അല്ലെ ആരെങ്കിലും ആരെ പറ്റി കുറ്റം വരേണ്ട ആവശ്യം നമുക്കില്ല. ആർക്കൊക്കെ എന്തെങ്കിലും വല്ല നന്മയുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറ് ഇമ്മണ്ട് ഒരുപാട് പറയും. ഒരു പറയുന്നൊക്കെ നമ്മൾ വാടക എടുക്കേണ്ട ആവശ്യം മതി. എന്താ പറയുന്നത് അതെടുക്കാൻ നോക്കും, അത് നമ്മുടെ കുടുംബത്തിൽ വെച്ചിരിക്കാൻ നോക്ക്, അത് പ്രാവർത്തികമാക്കാൻ നോക്ക്. അതുവേണ്ടി നമ്മൾ പരിശ്രമിക്കാതെ പോയാൽ നിങ്ങൾ ഇതുവരെക്കും കഷ്ടപ്പെട്ട എന്തിന് എന്തെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടു. നമ്മൾ ഇത്ര കാലം ഇവിടെ കുഴപ്പമില്ല അധ്വാനിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു പിടിച്ചോറിന
അല്ലെങ്കിൽ ഒരു വീടിനാണ്. നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇതൊക്കെ അള്ളാന്റെ ഭൂമിയിൽ അള്ള ഉണ്ടാക്കിയ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയല്ലേ? അള്ളാഹ് ഈ റബ്ബിനൊക്കെ ഇത് തരാൻ വേണ്ടിയിരുന്നു. നിങ്ങൾ റബ്ബിനൊന്ന് വിശ്വസിച്ച് ജീവിക്കാൻ അള്ളാഹുനോട് പറയുന്നുള്ളൂ. നിങ്ങൾ അള്ളാഹുവിനെ എതിർത്ത് വിശ്വസിക്കും. അള്ളാഹുവിനുള്ള തീരുമാനം, അള്ളാഹുവിനുള്ള ആ മഹബത്ത് നിങ്ങൾ ജീവിക്കും. അള്ളാഹു റസൂൽ നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചോളൂ എന്ന് പറയുന്നത് എടുക്കാനിലേക്ക് തയ്യാറാണ്. ആരെങ്കിലും പറഞ്ഞു സുല്ലാസിനും പറഞ്ഞു സുല്ലാസിനും പെണ്ണുകൂടിയനാണ്, മോശമായ ആൾക്കാർക്ക് വ്യാഖ്യാനിക്കുന്നവരോട് പറയാനുള്ള മറുപടി അതാണ്. അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്ന ആളുകളാണ് 100%. മുജാഹിദ് ജമാഅത്ത് പോലത്തെ ആളുകൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൂന്യമാക്കിയിട്ട് ശിർക്കാണെന്ന് പറയുന്നത്. അവർക്ക് പേര് പറയുന്നത് അവിടെ ഇല്ലെങ്കിൽ ആ ശിർക്കിലൂടെ വിരോധം. അന്ന് നബിസ്വല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പെണ്ണുങ്ങളെ ഞങ്ങൾ ഇഷ്ടംപോലെ തരാം, ഇഷ്ടംപോലെ പെണ്ണുങ്ങളുടെ ഞങ്ങൾക്ക്. നബിസ്വല്ലല്ലാഹു ഭാര്യമാരെ പറ്റി നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു. 3, 4, 5 മക്കളുള്ള ഒരാളുടെ 40ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു 25ാമത്തെ വയസ്സായ ലോകത്ത് ഇത്രയും സൗന്ദര്യമുള്ള ഒരാളില്ല. അങ്ങനത്തെ ആൾ കല്യാണം കഴിച്ചാലുണ്ടെങ്കിൽ ഒരു സ്ത്രീനടമ്പനാണെങ്കിൽ ചെയ്യോ? ഒരു 20 വയസ്സായാലും 40 വയസ്സായ ഖദീജ റളിയല്ലാഹു വാങ്ങിക്കോ? പക്കത്തുള്ളവർ മുഴുവൻ പറയണില്ല, ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല പ്രശ്നങ്ങൾക്ക് പറയാം. ഇത് പെണ്ണാണ് വേണ്ടത്, ഞങ്ങൾ തരാം. ധനമാണ് சொன்னீங்க, നമുക്ക് രാജാവായി നമ്മൾ ആക്കിത്തരാം. വിശ്വാസം പറഞ്ഞിട്ടുണ്ടായി. ഈ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചനാഥനുണ്ട്. ആ പ്രപഞ്ചനാഥന്റെ പേര് ആ പ്രപഞ്ച ദൂരനാണ് ഞാൻ. എന്നെ നിങ്ങൾ അംഗീകരിച്ചത് നിങ്ങളെ ഒരു ആവശ്യം, ഒരു ഭൂമിയോ അധികാരോ ഒരു പെണ്ണോ ഒരു കള്ളോ ഒരു സ്വർണ്ണോ രൂപയിലൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളോട് ഞാൻ എന്നെക്കുറിച്ച് ആവശ്യം, ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ മലയുടെ അപ്പുറത്തുണ്ടാകുന്ന ഒരു വിഭാഗം ഭയാനകമായ ശത്രുക്കൾ വന്ന് നടന്നിട്ടുണ്ട്. നിങ്ങളെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുക അല്ല അമീനല്ലേ, അല്ല അമീനല്ലേ എന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കണം. ആ വിശ്വസിച്ചല്ലേ എല്ലാ റസൂലും. അങ്ങനത്തെ അഭിപ്രായത്തെ പെണ്ണ് വേണമെങ്കിലും പെണ്ണ് കെട്ടിനാണ്, പെണ്ണ് ശ്രീകടമ്പനാന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ചേരാൻ പറഞ്ഞ ആളുകളാണ് അഭിപ്രായമൊക്കെ നിർമ്മിക്കണം. വാട്സപ്പൊന്നും യൂട്യൂബും നോക്കാനും തോന്നില്ല, അത്ര മോശമായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം, നമ്മുടെ ഈ മജ്‌ലിസ് സർവ്വലോകങ്ങളിലും സർവ്വ മുസ്ലിങ്ങളും മുസ്ലിമാത്തുകളും അള്ളാഹു എത്തിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളാവും ആൺമക്കൾ പെൺമക്കൾ ഭാര്യമാർ മാതാപിതാക്കൾ പിതാക്കന്മാർ അവരെ സ്നേഹിച്ചത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളെ കൊണ്ടും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ കൊണ്ട്, ഭക്ഷണങ്ങളെ കൊണ്ട്, പിന്നെ ശരീരങ്ങളെ കൊണ്ട് ഒക്കെ നമുക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിലേക്കെല്ലാം നമ്മൾ മത്സരമാറാകട്ടെ. അവരെല്ലാവരും ഹബീബിന്റെ കൈകളിലായി അടിയുറച്ച് നിർത്തിവെക്കാൻ മത്സരത്തിലൂടെ മഷായിഖന്മാരിലൂടെ നമ്മുടെ വല്യപ്പാരിലൂടെ നാരായണത്തിൽ ഒരുമിച്ച് പോകുന്ന കൂട്ടത്തിലുള്ളതാവും ഒരു അഡ്രസ്സുള്ള കൂട്ടത്തിലായിട്ട് സുൽത്താനികളായിട്ടുള്ള അഡ്രസ്സ് നമ്മൾ നന്നതാണ്. ആ സുൽത്താനി അഡ്രസ്സ്, ആ അഡ്രസ്സിലായതുകൊണ്ട് ആ സുൽത്താൻ ബാബായുടെ കൂടെ സുൽത്താനാകുന്ന നസീറയുടെ കൂടെ സുൽത്താൻ അള്ളാഹുവിലേക്ക് നമ്മൾ ഒരുമിച്ച്